മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയായി ഉയർന്നു. തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് നൽകി. 142 അടിയാണ് റൂൾ കർവ് പരിധി. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരും. രാഹുൽ, അടിയന്തരമായി എന്ത് നടപടിയാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. തമിഴ്നാട് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു. ഇതേ തുടർന്നാണ് ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ നവംബർ 30 വരെയുള്ള റൂൾ കർവ് പരിധി പ്രകാരം 142 അടിയാണ് പരമാവധി സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ്. 142 അടി തന്നെയാണ് സുപ്രീം കോടതി നിജപ്പെടുത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷിയും. ആ ഒരു അളവിലേക്ക് ജലനിരപ്പ് എത്തിക്കുക എന്നുള്ളത് തമിഴ്നാട് എല്ലാ വർഷവും ഇതേ സമയത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു നടപടിയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ജലനിരപ്പ് ഈ അളവിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്, കാര്യമായിട്ട് കൊണ്ടുപോകുന്നില്ല. തമിഴ്നാട്ടിലും മഴയാണ്. അതുകൊണ്ട് തന്നെ 142 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഒരുപക്ഷെ സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ മുന്നറിയിപ്പാണ് തമിഴ്നാട് ഇപ്പോൾ കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. ഇടുക്കി ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് എങ്കിൽ പോലും പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത നിലവിലില്ല. കാരണം ഇടുക്കിയിൽ മഴ മാറി നിൽക്കുകയാണ്. പെരിയാറിലും ജലനിരപ്പ് വാണിംഗ് ലെവലിലും ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഒട്ടും തന്നെ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.